Hi friends, welcome back. vivo T1x എന്നൊരു ഫോൺ വിവോ ഇറക്കിയിരിക്കുകയാണ്. ഇതുവരെ ഇറക്കിയതിൽ വെച്ച് ഏറ്റവും വാല്യൂ ഫോർ മണിയായ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ കിട്ടാവുന്ന വിവോയുടെ വ്യത്യസ്തമായ ഒരു ഫോണാണ് T1x. ഇതുവരെ നിങ്ങൾ വിവോ ഫോണുകൾ നോക്കാതിരിക്കുന്നത് ഇതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇത് വാല്യൂ ഫോർ മണി അല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇതൊരു വ്യത്യസ്തമായ ഫോൺ ആവുന്നത്? എന്തായാലും നമുക്ക് വിശദമായിട്ട് ഇതിൻ്റെ കാര്യം ഒന്ന് പരിശോധിക്കാം. ഇനി അങ്ങോട്ട് വിവോയും നിങ്ങൾ ഒരു ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ അത് ഓൺലൈനിൽ വാങ്ങിക്കാൻ പോകുമ്പോഴായാലും പരിഗണിക്കേണ്ടി വരുമെന്നാണ് ഈ ഒരു ഫോണിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷേ എല്ലാം പെർഫെക്റ്റ് അല്ല, ചില പോരായ്മകളുണ്ട്, ഞാൻ പറഞ്ഞു തരാം. പിന്നെ വീഡിയോ തുറന്ന് കാണുന്നതിന് മുൻപ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ പ്രോസ് ആൻഡ് കോൺസ് അടങ്ങുന്ന വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വിവോ T1x എന്ന ഫോണിൻ്റെ ബോക്സ്. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്യണം. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒരു ബോക്സ്, അതിനകത്ത് കേസ്, കുറച്ച് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും. കേസ് നന്നായിട്ടുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഫോണിലേക്ക് വരാം. സോ ഫോൺ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോണിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലുക്കിംഗ്, ഒരു 10,000 താഴെയുള്ള ഫോണുകളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ലുക്ക് തന്നെയാണ്. അല്ലാണ്ട് ഭയങ്കര ഒരു പ്രീമിയം അങ്ങനെയൊന്നും പറയാനില്ല. ഒരു സാധാ ലുക്ക് തന്നെ, പക്ഷെ നന്നായിട്ടുണ്ട്, മോശമൊന്നും പറയാനില്ല. നല്ല ഒന്നാന്തരം ലുക്കിംഗ് ആയിട്ടുണ്ട്. ഈ ഒരു വില പരിഗണിക്കുമ്പോൾ 12,000 രൂപ താഴെ വരുമെന്നാണ് ഞാൻ അറിയുന്നത്. കൃത്യമായ പ്രൈസ് എനിക്കറിയില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കിക്കോളൂ. ആ ഒരു വിലയ്ക്ക് എന്തായാലും നല്ല ഡിസൈൻ ആണെന്ന് പറയാം. റിയർ സൈഡൊക്കെ പ്ലാസ്റ്റിക് ഡിസൈനാണ്. ഫ്രണ്ടിൽ നമുക്ക് പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനോട് കൂടിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. 182 ഗ്രാം വെയിറ്റും 8 mm തിക്നെസ്സുമാണ്. കയ്യിൽ പിടിക്കാനും യൂസ് ചെയ്യാനും ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ്. വിവോ ഫോണുകൾ എപ്പോഴും കംഫർട്ടബിൾ ആണ്, ബഡ്ജറ്റ് റേഞ്ചിൽ പ്രത്യേകിച്ചും. സോ ഒരു ഓവറോൾ ലുക്ക് മനസ്സിലായല്ലോ. ഞാൻ ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് കൂടുതൽ പറയാം. 18 വാട്ടിൻ്റെ ചാർജർ ഈ ഫോണിൻ്റെ ഒപ്പം വരുന്നുണ്ട്. Type-C കേബിളും കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സിം ടൂളും ബോക്സിൽ ഇരിപ്പുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് മാറ്റി വെച്ചു. പെട്ടെന്ന് തന്നെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. എല്ലാ പോർട്സും ബട്ടൺസും ഒക്കെ ഉണ്ടോയെന്ന് നോക്കണ്ടേ. 3.5 mm ജാക്ക് ഇതിൽ വരുന്നുണ്ട്. മെയിൻ മൈക്രോഫോൺ, Type-C പോർട്ട്, സ്പീക്കർ ഗ്രിൽ. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. വോളിയം ബട്ടണുകളും കാണാം. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല. ടോപ്പിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് അടങ്ങുന്ന സിം സ്ലോട്ട് വരുന്നുണ്ട്. റിയർ സൈഡിൽ ഡുവൽ ക്യാമറ. ഫ്രണ്ടിൽ നോച്ച് ഡിസൈനകത്ത് വാട്ടർ ഡ്രോപ്പ് ഡിസൈൻ എന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. അതിനകത്ത് ഒരു സെൽഫി ക്യാമറ. 8 MP ആണ്. ഡിസ്പ്ലേ വന്നിട്ട് 6.58 ഇഞ്ച് വരുന്ന ഫുൾ HD+ 90Hz ഡിസ്പ്ലേ ആണ്. സോ ഈ റേഞ്ചിൽ ഫുൾ HD+ ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും മനസ്സിലായല്ലോ. നന്നായിട്ടുണ്ട്. 12,000 താഴെയാണ് ഈ ഫോണിൻ്റെ വിലയെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. ഫുൾ HD+ ഡിസ്പ്ലേ ഉണ്ട്. ഓവറോൾ എല്ലാ പോർട്സ് ആൻഡ് ബട്ടൺസ്, ഫാസ്റ്റ് ചാർജർ അടക്കം. ഈ ഒരു വില ആയതുകൊണ്ടാണ് ഞാൻ നോച്ചിന് വലിയ കംപ്ലൈൻ്റ് ആയിട്ട് പറയാത്തത്. ഇപ്പോൾ ഈ റേഞ്ചിൽ എല്ലാ ഫോണുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ അവിടെ കുറ്റം പറയാൻ തരമില്ല. എല്ലാവരും ഇങ്ങനെയാണല്ലോ. പക്ഷെ നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാട്ടോ, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഈ ഫോണിൻ്റെ പെർഫോമൻസ്, പ്രൊസസ്സറിനെ കുറിച്ച് പറഞ്ഞിട്ടാവാം ബാക്കി എല്ലാ കാര്യവും. കാരണം 12,000 താഴെ ഈ ഫോണിൽ വിവോ ഇത്തവണ കൊടുത്തിരിക്കുന്നത് Snapdragon 680 എന്ന് പറയുന്ന ആ പ്രൈസ് റേഞ്ചിന് പറ്റിയ മറ്റ് പല ബ്രാൻഡുകളും അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രൊസസ്സറാണ് Snapdragon 680. അത് തന്നെയാണ് ഇതിൽ വരുന്നത്. സോ തീർച്ചയായിട്ടും പെർഫോമൻസ് വൈസ് ഇത് നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയണം. LPDDR4X റാമും UFS 2.1 സ്റ്റോറേജും വരുന്നുണ്ട്. സോ ആ കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് പെർഫോമൻസിലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സ്മൂത്ത് ആയിട്ട് നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസിൽ വേറെ നോർമലായിട്ട് ഒരു ഇഷ്യൂ ഞാൻ കണ്ടില്ല. സോ പെർഫോമൻസ് ഓക്കെയാണ്. പക്ഷേ ഈ ഭാഗത്തൊരു ചെറിയ പോരായ്മയുണ്ട്. എന്താണെന്നല്ലേ, Funtouch OS 12 ഈ ഫോൺ വരുന്നത്. അതൊരു പോരായ്മയാണെന്ന് ചോദിച്ചാൽ അത് പോരായ്മയല്ല. ആൻഡ്രോയിഡിൽ 11 ബേസ്ഡ് ആണ് ഇത് വരുന്നതെന്നുള്ളതാണ് എനിക്ക് അത്ര പിടിക്കാത്തത്. ഇപ്പോൾ ആൻഡ്രോയിഡ് 12 സമയമായില്ലേ, സോ അത് കൊടുക്കാമായിരുന്നു. സോ അത് ഈ ഭാഗത്തൊരു ചെറിയ ഒരു പ്രൈസ് കട്ടിംഗ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഗെയിമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സബ്വേ സർഫർ പോലുള്ള ഗെയിമുകൾ കളിക്കാം, അതിന് പ്രശ്നമില്ല. പക്ഷേ BGMI ഒന്നും കളിക്കാൻ നോക്കണ്ട. ഒന്നാമത് ഇതിൽ ഗൈറോ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ BGMI ഗൈറോ വെച്ച് കളിക്കുന്നവരാണെങ്കിൽ പറ്റില്ല. പിന്നെ സ്മൂത്ത് ഹൈ ഒക്കെയാണ് സെറ്റിംഗ്സ് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അത് BGMIക്ക് അത്ര സുഖം ഉണ്ടാവില്ല. നോർമലായിട്ടുള്ള ചെറുകിട ഗെയിമുകൾ മാത്രം കളിക്കാമെന്ന് വിചാരിച്ചാൽ മതി. കൂളിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ലിക്വിഡ് കൂളിംഗ്, 4 ലെയർ ലിക്വിഡ് കൂളിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഹീറ്റ് ആവുന്ന പ്രശ്നമൊന്നും ഈ ഫോണിൽ വരുന്നില്ല. പക്ക കണ്ടീഷനാണ്. മൾട്ടി ടർബോ 5.0 അൾട്രാ ഗെയിം മോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ പെർഫോമൻസിനെ കുറിച്ചൊരു ഐഡിയ ആയല്ലോ. ഡിസ്പ്ലേ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 6.58 ഇഞ്ച് വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 90Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും അത്ര ഒരു സ്മൂത്ത്നെസ് എനിക്ക് തോന്നിയില്ല കേട്ടോ. എന്തായാലും അതൊക്കെ ഉണ്ട്. സ്പെക്ക് വൈസ് ഡിസ്പ്ലേ നന്നായിട്ടുണ്ട്. കാണാനും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ, വ്യൂയിങ് ആംഗിൾസ് ഒക്കെ നല്ലതാണ്. വേറെ ഇഷ്യൂസ് ഇല്ല. വൈഡ് ബൈൻ എലമെന്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ 460 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഔട്ട്ഡോർ ഒക്കെ ഉപയോഗിക്കാം.
സോ ടോട്ടലി നല്ല ഈ ഒരു പ്രൈസിന് പറ്റിയ ഒന്നാം തരം ഡിസ്പ്ലേ തന്നെയാണ്. ഫുൾ HD തന്നെയാണെന്നുള്ളതും ഓർക്കാം. കാരണം പല ബ്രാൻഡുകളും ഇവിടെ HD+ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. ഇത് ഫുൾ HD ആണ്. സോ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഈ ഫോണിന് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഇതിൽ വരുന്നത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. അതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ തന്നെ ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. ഫേസ് അൺലോക്കും ഓക്കെയാണ്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. സാർ വാല്യൂ ഞാൻ കാണിച്ചു തരാം. ഹെഡ് സാർ വാല്യൂ 1.24 ആണ്. ബോഡി സാർ വാല്യൂ 0.73 ആണ്. അതും ഓക്കെയാണ്. ക്യാമറ ടു API ലെവൽ 3 തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ ആപ്ലിക്കേഷനുകൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം. വേറെ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന്റെ ക്യാമറ എന്താ കൊള്ളില്ലെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനുള്ള ഫോട്ടോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയേ. നന്നായിട്ടില്ലേ? 50 മെഗാപിക്സലാണ് ഇതിന്റെ മെയിൻ ക്യാമറ വരുന്നത്. പിന്നെ ഒരു മാക്രോ ക്യാമറയാണ്, അതാണ് ഈ ഡുവൽ ക്യാമറ. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിന്റെയാണ് സെൽഫി ക്യാമറ. വലിയ കുഴപ്പമില്ല, വലിയ ന്യൂനത പറയാനില്ല. നന്നായിട്ടുണ്ട് ഈ ഫോട്ടോ. ഈ ഒരു പ്രൈസിലെ ഫോൺ എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോസ് വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസാണ്. സെൽഫി ആയാലും മെയിൻ ക്യാമറ ആയാലും. സെൽഫി ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്റ്റെബിലൈസേഷൻ ഒന്നും വലിയ കാര്യമായിട്ടില്ല എന്നുള്ളത് ഒരു ചെറിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എന്തായാലും ക്വാളിറ്റി വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഇതിന്റെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ ക്വാളിറ്റിയാണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ടോ? നിങ്ങൾക്കിത് മതിയോ? നിങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ ടോട്ടലി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോസും ഫോട്ടോസൊക്കെ നന്നായിട്ടുണ്ടല്ലേ? ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറയുന്നത് 50 MP നൈറ്റ് ക്യാമറ എന്നാണ്. നൈറ്റ് ക്യാമറ, നൈറ്റ് വീഡിയോസ്, നൈറ്റ് പോർട്രേറ്റ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. മൊത്തം രാത്രി പരിപാടിയാണ്. പകലത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പകലത്തെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം, കണ്ടു നോക്കൂ. ഇതൊക്കെയാണ് ഡേ ലൈറ്റിലെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. അത് മെയിൻ ക്യാമറ ഇമേജ് ആയാലും സെൽഫി ഇമേജ് ആയാലും വലിയ ഒരു പരാതിയൊന്നും പറയാനില്ലാത്ത തരത്തിൽ നന്നായിട്ടുണ്ട്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. വലിയ പ്രശ്നമില്ലാത്തൊരു വീഡിയോ ക്വാളിറ്റി നമുക്ക് ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലായാലും കിട്ടുന്നുണ്ട്. സോ നമുക്കൊരു തരക്കേടില്ലാത്ത ക്യാമറ ഈ പ്രൈസിന് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുന്നുണ്ട്. വിവോയുടെ ഫോണായിട്ട് ക്യാമറ നന്നായില്ലെങ്കിൽ അതൊരു മോശമായേനെ. ഇത് വലിയ കുഴപ്പമില്ല. ഇനി ബാറ്ററി ലൈഫ് 5000 mAh ബാറ്ററി ഉണ്ട്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. അതൊന്നും വലിയ ഇഷ്യൂ ഇല്ല, പക്കയാണ്. ഈ വില പരിഗണിക്കുമ്പോൾ എല്ലാം നല്ല ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ചാർജറും വരുന്നുണ്ട്. പിന്നെ ഈ ബാറ്ററിയുടെ ഭാഗത്ത് VEG ടെക്നോളജി, അതായത് ഈ ഓവർ ചാർജ് ഒന്നും ആവാതെ ഫോണിന്റെ ബാറ്ററിയെ സേഫ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടുന്ന ടെക്നോളജി ഒക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. സോ അത് നല്ലത് തന്നെ. ഓൾറെഡി ഇപ്പോൾ എല്ലാ ഫോണുകളും അത് വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എന്നാലും ഇവരത് ഉണ്ടെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതും ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് അതും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ കരുതാം. യൂട്യൂബിൽ നമുക്ക് ഈ കാണുന്ന റെസൊല്യൂഷനിലൊക്കെ വീഡിയോസ് കാണാം. അതായത് ഫുൾ HD 1080 പിക്സൽ വരെ നമുക്ക് കാണാൻ സാധിക്കും. കുഴപ്പമില്ല. മോണോ സ്പീക്കറും കാര്യങ്ങളാണ്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറൊന്നും വരുന്നില്ല. സോ ഫൈനലി ഈ ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കേട്ട പ്രൈസ് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 12000 രൂപ റേഞ്ച്, ചിലപ്പോൾ 12500 ആവാം, അല്ലെങ്കിൽ 12 രൂപ താഴെ ആവാം. ഈ ഒരു സെഗ്മെന്റിലാണെങ്കിൽ ഈ ഫോൺ നല്ലതാണ്. ഈ പറഞ്ഞ സ്പെക്കും കാര്യങ്ങളും ക്യാമറ ക്വാളിറ്റിയും ബാറ്ററിയും ഫാസ്റ്റ് ചാർജറും എല്ലാ ഘടകങ്ങളും പരിഗണിക്കുമ്പോൾ എനിക്കിത് നന്നായിട്ട് തോന്നുന്നുണ്ട്. ബട്ട് അതിന് മുകളിൽ ഒരു 13 രൂപ അതിൻ്റെ മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഫോൺ അത്ര ഒരു നല്ല ഒരു കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. വില ചെക്ക് ചെയ്ത് നോക്കിയോളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ റേഞ്ചിലാണെങ്കിൽ തീർച്ചയായിട്ടും വിവോ ഫോണുകൾ ഇഷ്ടമാണെങ്കിൽ പരിഗണിക്കാം. കാരണം നന്നായിട്ടുണ്ട്. യൂസ് ചെയ്തതിൽ നിന്നും എനിക്ക് ഓക്കെ തോന്നി. പിന്നെ ഇത്തിരി സ്റ്റൈലിഷാണ്. പ്രത്യേകിച്ചും ഈ സ്റ്റൈലൊക്കെ നോക്കി ഫോൺ എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ നല്ലൊരു ഫോൺ തന്നെയാണ്. സോ അപ്പോൾ അതാണ് ഈ ഒരു T1x കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. വിവോ ഓൺലൈനിൽ വന്ന് നല്ല രീതിക്ക് കോമ്പറ്റീറ്റീവായ പ്രൊഡക്റ്റുകൾ ഇറക്കി തുടങ്ങി. സോ ഇനി അങ്ങോട്ട് വിവോ ഫോണുകൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് എഴുതി തള്ളാൻ പറ്റില്ല. നല്ല ഫോണുകളും വരികയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.